ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യണം. 2024-25 വർഷത്തിലെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളോട് ചർച്ച ചെയ്യാൻ പോകുന്ന മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഒരു സംഖ്യ 4 കൊണ്ട് ഗുണിച്ച് 10 കൂട്ടിയപ്പോൾ 130 കിട്ടി. സംഖ്യ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യ ഞാനിവിടെ എക്സ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അതിനെ 4 കൊണ്ട് ഗുണിച്ചു എന്ന് പറയുമ്പോൾ 4x എന്ന് വരും. അതിനോട് 10 കൂട്ടി എന്ന് പറയുമ്പോൾ 4x + 10 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 130 ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ 4x രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് വരും? 130 കുറയ്ക്കണം 10 എന്നാണ് വരിക. 130 കുറയ്ക്കണം 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് 120 ആണ്. ഇനി എക്സിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ 120 ÷ 4 എന്ന് വരും. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30 എന്നാണ് കിട്ടുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 10% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് തോമസ് 15,000 രൂപ കടമെടുത്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ തിരിച്ചടച്ചു. ബാക്കി എത്ര രൂപ അടയ്ക്കണമെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ സാധാരണ കൂട്ടുപലിശ കണ്ടുപിടിക്കാനുള്ള ഒരു സൂത്രവാക്യമാണ് എമൗണ്ട് = P × 1 + R/100 n എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ നമ്മൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 2 വർഷത്തിന് ശേഷം പലിശ എല്ലാം കൂട്ടിയിട്ട് അദ്ദേഹത്തിന് തിരിച്ചടയ്ക്കേണ്ട തുകയാണ്. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. എമൗണ്ട് = പ്രിൻസിപ്പൽ. പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളാണ്. അദ്ദേഹം ലോൺ എടുത്ത തുക. അതിവിടെ എത്രയാണ്? 15,000 രൂപയാണ്. അതേ × 1 + R എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമുക്കത് 10% എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 10/100 എന്ന് അവിടെ വരും. n എന്നാണ്. n എന്ന് പറഞ്ഞാൽ വർഷമാണ്. ഇവിടെ 2 വർഷമാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് എമൗണ്ട് കണ്ടുപിടിക്കുക. നമുക്കിത് 15,000 × ഇതിന് ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ എന്താണ്? 100 + 10 എന്ന് വരും. അപ്പോൾ 110 ÷ 100 2 എന്നാണ് വരിക. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 110 ÷ 100 × 110 ÷ 100 എന്ന് എഴുതിക്കൂടെ? ഇനി ഈ 0 ഈ 2 0 വെട്ടിപ്പോയി. ഈ ഒരു 0 അതുപോലെ ഈ ഒരു 0 ഈ ഒരു 0 വെട്ടി. ഇനി ഇവിടെ ബാക്കി എന്താണുള്ളത്? 15 × 11 × 110 എന്നാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യാം. 11 × 11 എത്രയാണ്? 121. 121 × 15 ചെയ്യുക. 121 × 15 ചെയ്യാനായിട്ട് 1210. അതായത് ഈ 15നെ 10 + 5 എന്ന് എഴുതാം. കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരും അവരുടേതായിട്ട് രീതി ചെയ്യാം. ഞാനിങ്ങനെ എളുപ്പമായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ 1210 പ്ലസ് എന്ത് കൂട്ടണം? 121 × 5 ചെയ്താൽ കിട്ടുന്ന 5 I 2 10 ശിഷ്ടം 1 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 6 വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 5 1 8 1. അപ്പോൾ ഇവിടെ എന്താണ്? 1815 ഉണ്ട്. പിന്നെ ഇതാ ഈ 0 കൂടെ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ ഇയാൾക്ക് അടയ്ക്കേണ്ട ടോട്ടൽ തുക എത്രയാണ്? 18,150 ആണ്. അതിൽ ഇപ്പോൾ ഇദ്ദേഹം എത്ര അടച്ചു എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ പറയുന്നത്? 10,000 രൂപ ഇദ്ദേഹം തിരിച്ചടച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ 18,150 രൂപ അദ്ദേഹത്തിന് അടയ്ക്കണം. അതിൽ 10,000 അദ്ദേഹം അടച്ചു. ബാക്കി ഇനി എത്ര അടയ്ക്കണം? 18,150 കുറയ്ക്കണം 10,000 ചെയ്താൽ 8,150. ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കാൽക്കുലേഷൻസൊക്കെ ഓരോരുത്തർക്കും എളുപ്പമുള്ള രീതി ഏതാണോ അത് ഫോളോ ചെയ്യുക. ഞാനിവിടെ എൻ്റെ എളുപ്പമായിട്ടുള്ള രീതിയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 5:4 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ പരപ്പളവ് 320 ചതുരശ്ര മീറ്ററാണ്. എന്നാൽ വീതി എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ ചതുരത്തിൻ്റെ വീതിയാണ്. അതിലേക്ക് എത്താൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്നത് 320 ചതുരശ്ര മീറ്ററാണ് അതിൻ്റെ പരപ്പളവ് എന്നതും നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:4 ആണ്. അതിൽ നിന്ന് നീളത്തിൻ്റെത് നമുക്ക് 5x ആയിട്ടും വീതിയുടേത് 4x ആയിട്ടും നമുക്ക് എടുക്കാം. നമുക്കറിയാം ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ നീളം × വീതിയാണ്. അങ്ങനെയാണെങ്കിൽ 5x × 4x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 320 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 5 × 4 ചെയ്താൽ നമുക്കിവിടെ 20 വരും. x × x ചെയ്താൽ നമുക്ക് x² എന്ന് വരും. ഈസ് ഈക്വൽ ടു 320. ഇപ്പോൾ നമ്മൾ x² രൂപത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 320 / 20 എന്ന് വരും. നമുക്കത് 16 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് x² ആണ് എത്ര എന്ന് പറഞ്ഞാൽ 16 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എത്രയാണ്? √16 ആണ്. അതായത് 4 എന്ന് കിട്ടും.
അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വീതിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നീളം വീതി റേഷ്യോ പ്രകാരം നമ്മൾ 4x എന്ന് എടുത്തിരിക്കുന്നത് എന്താണ്? വീതിയാണ് എടുത്തിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടുപിടിച്ചു 4 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 4 × 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ നീളമാണെങ്കിലോ 5 × 4 ചെയ്താൽ മതി. അപ്പം നമുക്ക് 20 കിട്ടും. ഇവിടെ നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്. 16 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം ഡിലീറ്റ് ആക്കിയതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സമചതുര സ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണത്തിന്റെ പാദത്തിന്റെ വശങ്ങൾക്ക് 10 സെന്റിമീറ്റർ നീളമുണ്ട്. സ്തംഭത്തിന് 20 സെന്റിമീറ്റർ ഉയരമുണ്ട്. ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുക, സമചതുര സ്തംഭാകൃതിയിലുള്ള ഒരു തടിക്കഷ്ണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു തടിക്കഷ്ണം എന്താണ്? സമചതുര സ്തംഭാകൃതിയിലാണ്. ഈ ഒരു ആകൃതിയിലാണ് ആ ഒരു തടിക്കഷ്ണം വരുന്നത്. ഇവിടെ നോക്കുക, അതിൻ്റെ നീളം ഈ പാദത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ നീളം എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. സമചതുരമായത് കൊണ്ട് തന്നെ വീതിയും എത്ര തന്നെയായിരിക്കും? 10 സെന്റിമീറ്റർ ആണ്. പിന്നെ അതിൻ്റെ ഉയരം പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു വൃത്തസ്തംഭമുണ്ട്. ആ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തമാണ് കണ്ടുപിടിക്കേണ്ടത്. വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നമ്മൾ ഓർത്തിരിക്കണം. πr² എന്നാണ്. πr² എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഈ ഒരു പാദം നമ്മൾ എടുക്കുക. ആ പാദത്തിൻ്റെ ആകൃതി ഇപ്പോഴെന്താണ്? സമചതുരമാണ്. എന്നാൽ നമ്മൾ വൃത്തസ്തംഭത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആകൃതി എന്തായിട്ട് മാറും? വൃത്തമായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒന്ന് വൃത്തമാക്കി മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ വ്യാസം, ഈ ഒരു വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എന്തിനോട് തുല്യമായിരിക്കും? ഈ സമചതുരത്തിൻ്റെ പാദത്തിൻ്റെ വശത്തോട് തുല്യമായിരിക്കും. അതെത്രയാണ് തന്നിട്ടുണ്ട്? 10 സെന്റിമീറ്റർ ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് കൊടുത്താൽ മതി. ഹൈറ്റിൽ വ്യത്യാസമൊന്നും വരത്തില്ല. എത്രയാണ്? ഈ 20 എന്ന് പറയുന്ന ഹൈറ്റ് തന്നെയായിരിക്കും ഈ വൃത്തസ്തംഭത്തിനും ഉണ്ടായിരിക്കേണ്ട ഹൈറ്റ്. കാരണം ഹൈറ്റിൽ എന്ത് ചെയ്യില്ല, വ്യത്യാസം വരത്തില്ല. സെയിം ഹൈറ്റ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു ഇക്വേഷൻ, ഇതാണ് നമ്മുടെ വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, πr²h. അതിൽ നമ്മൾ പൈ എഴുതിയിരിക്കുന്നു. 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ വ്യാസം. അപ്പോൾ വ്യാസത്തിൻ്റെ പകുതിയാണല്ലോ ആരം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 5² എന്ന് വരും. h എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 20 ആണെന്ന്. ഇതെല്ലാം കൂടിയിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ 25, 5² എന്ന് പറഞ്ഞാൽ 25. 25 × 20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കവിടെ 500 എന്നാണ് കിട്ടുക. 500 π സെന്റിമീറ്റർ² എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ 25 × 2 50, പിന്നെ ആ 0 കൂടി ഇട്ട 500, പിന്നെ പൈയും ഉണ്ട്. 500 π സെന്റിമീറ്റർ² ആണ് ആ ഒരു വൃത്തസ്തംഭത്തിൻ്റെ വ്യാപ്തം നമുക്ക് വരിക. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താണ് ഈ ചോദ്യം ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ചോദ്യത്തിലേക്ക് എത്തുക. ഇനി താഴെ പറയുന്നതിൽ സമാന്തര ശ്രേണി എന്ത് എന്നാണ് നമ്മുടെ ചോദ്യം. 2ന്റെ കൃതികളുടെ ശ്രേണി, എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമണത്തിൻ്റെ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി, 3ന്റെ കൃതികളുടെ ശ്രേണി. ഇപ്പോൾ 2ന്റെ കൃതികളുടെ ശ്രേണി എന്ന് പറയുന്നത് സമാന്തര ശ്രേണിയാണോ? അല്ല. 2ന്റെ പവർ 1 എടുത്ത 2 ആണ്, പിന്നെ 4 ആണ്, പിന്നെ 8 ആണ്. ഇതൊരിക്കലും സമാന്തര ശ്രേണിയല്ല. എണ്ണൽ സംഖ്യകളുടെ വ്യുൽക്രമണത്തിൻ്റെ ശ്രേണി എന്ന് പറഞ്ഞാൽ, അതായത് 1/1 1 ആണ്, 1/2 0.5 ആണ്, 1/3 എന്ന് പറയുമ്പോൾ 0.33 സംതിങ് ആണ്. അപ്പോൾ അതും എന്തല്ല? സമാന്തര ശ്രേണിയല്ല. ഇനി 3ന്റെ കൃതികളുടെ ശ്രേണി ഓപ്ഷൻ ഡിയിലേക്ക് പോയാൽ അതും എന്തല്ല? സമാന്തര ശ്രേണിയല്ല. 3ന്റെ സ്ക്വയർ എടുത്താൽ 9, 3ന്റെ ക്യൂബ് എടുത്താൽ 27. അപ്പോൾ അതും സമാന്തര ശ്രേണിയല്ല. എന്നാൽ ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി, ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി നോക്കുക. ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 1, 1/2 എന്ന് പറയുമ്പോൾ 0.5 ആണ്. അതേപോലെ തന്നെ അടുത്തൊറ്റ സംഖ്യ ഏതാണ്? 3 ആണ്. 3/2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 1.5 ആണ്. പിന്നെ അടുത്ത ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ 5 ആണ്. 5/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.5 ആണ്. നോക്കുക, 0.5 1 കൂട്ടിയാൽ 1.5, 1 കൂട്ടിയാൽ 2.5. അപ്പോൾ ഇതെന്താണ്? ഇത് ഒരു സമാന്തര ശ്രേണിയാണ്.
അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഈ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തേണ്ട ചോദ്യമാണ്. ഇത് നമ്മൾ പ്രത്യേകം എന്താണ് കാണാപ്പാടം പഠിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ സമയത്ത് ഈ പറയുന്ന ഓരോ ഓപ്ഷനിലൂടെയും പോയിട്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്തിട്ട് ഏതാണോ സമാന്തര ശ്രേണി കിട്ടുന്നത് അതാണ് നമ്മുടെ ഉത്തരമായിട്ട് പിക്ക് ചെയ്യേണ്ടത്. ഇനി 5/6 ദശാംശ രൂപം ഏതെന്നാണ് ചോദ്യം. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 5/16 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5/16 നമ്മൾ ഹരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 5 പോകില്ല, അപ്പോൾ നമ്മൾ 0 ഇടണം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരും, അപ്പോൾ ഇവിടെ 3 വട്ടം വരും, അപ്പോൾ ഇവിടെ 48 എന്ന് വരും, അപ്പോൾ 3. അപ്പോൾ ഇവിടെ 0.3 വെച്ച് വരുന്ന ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ കളയാം, ഈ ഒരു ഓപ്ഷൻ നമുക്ക് കളയാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. നോക്കുക, ഇവിടെ നമുക്ക് 2 വരുന്നു, പിന്നെ ഒരു 0 ഇടുന്നു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1 ആണ്. അപ്പോൾ 0.31 വെച്ച് വരുന്നതായിരിക്കും നമ്മൾ ഉത്തരം വരിക. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. പിന്നെ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്താണ്, നമുക്ക് ഓൾറെഡി ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ഓപ്ഷനിലൂടെ പോയിട്ട് ഉത്തരം എത്തുന്നതോട് ചെക്ക് ചെയ്യുക. എന്നിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇവിടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്ത ചോദ്യം, 6 പൈപ്പുകൾ ഉപയോഗിച്ച് ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 1 മണിക്കൂർ 20 മിനിറ്റ് വേണം. അപ്പോൾ ഇവിടെ 6 പൈപ്പുകളുണ്ട്. അത് ഉപയോഗിച്ച് ഒരു ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ 1 മണിക്കൂർ 20 മിനിറ്റ് വേണം. എന്നാൽ 5 പൈപ്പുകൾ ഉപയോഗിച്ചാണ് നിറയ്ക്കുന്നതെങ്കിൽ എത്ര സമയം വേണം? അപ്പോൾ 6 പൈപ്പുകൾ ഉപയോഗിച്ച് 1 മണിക്കൂർ 20 മിനിറ്റ്. അപ്പോൾ അത് മിനിറ്റിലേക്ക് മാറ്റുകയാണെങ്കിലോ 80 മിനിറ്റ് ആണ് വരുന്നത്. അല്ല, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് പ്ലസ് 20 മിനിറ്റും കൂടെ ചെയ്യുമ്പോൾ 80 മിനിറ്റ്. അതേ സമയത്ത് 5 പൈപ്പുകളാണെങ്കിൽ എത്ര മിനിറ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ 6 പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് 80 മിനിറ്റ് കൊണ്ടാണ് പൂർത്തീകരിക്കുന്നതെങ്കിൽ 5 പൈപ്പ് ഉപയോഗിച്ച് എത്ര മിനിറ്റ്? അപ്പോൾ ഇവിടെ 80 ഇൻറ്റു 5 പൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, കൂടുതൽ സമയം വരും. അപ്പോൾ 6/5 എടുക്കുക. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരും? 1 വട്ടം പോകും, പിന്നെ 30 6 വട്ടം, 16 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6 36, പിന്നെ 9, അപ്പോൾ 96. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും? 96 മിനിറ്റ് ആണ് എടുക്കുന്നത്. 5 പൈപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് എടുക്കുന്നത് 96 മിനിറ്റ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. എത്രയാണ്? 96 മിനിറ്റ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ടാങ്ക് നിറയ്ക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഈ പൈപ്പുകളുടെ എണ്ണമാണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു 6 പൈപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് 1 മണിക്കൂർ 20 മിനിറ്റ് വേണം ടാങ്ക് നിറയാനായിട്ട്. അപ്പോൾ നമുക്ക് 6 ഇൻറ്റു എത്ര എന്ന് വരും? 80 എന്ന് വരും. അടുത്ത കേസിലേക്ക് വരുമ്പോൾ അതാണ് എന്ത്? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ഇതേ പൂർത്തീകരിക്കാനായിട്ട് ഇപ്പോൾ എത്രയാണ് വരുന്നത്? 5 പൈപ്പാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് വരും? നമ്മളിപ്പോൾ ഡയറക്റ്റ് എടുക്കാൻ കാരണം അതാണ്. 80 ഇൻറ്റു 6/5 എടുക്കാനുള്ള കാരണം അതാണ്. പെട്ടെന്ന് ഞാൻ പോയി എടുക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? 6 ഇൻറ്റു 80 ആണ് ടോട്ടൽ അതിലെ വർക്ക് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ, അതായത് 5 പൈപ്പാണല്ലോ ഉള്ളത്, അത് പൂർത്തീകരിക്കാൻ എത്ര സമയം എടുക്കും? അപ്പോൾ ഇവിടെ 5 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 96 എന്ന് കിട്ടി. ആ ഒരു രീതിയിലാണ്, അതായത് ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 6 ഇൻറ്റു 80 ആണ് ഈ ഡബ്ല്യുവിൻ്റെ സ്ഥാനത്തുള്ളത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര പൈപ്പാണ് ഉള്ളത്? 5 പൈപ്പാണുള്ളത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ടൈമാണ്. അപ്പോൾ ഇവിടെ 6 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 പൈപ്പ് കൊണ്ട് എത്ര സമയം കൊണ്ട് ആ ഒരു ടാങ്ക് നിറയ്ക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 96. ഒരു ക്ലോക്കിലെ സമയം 7:30 ആണെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? നമുക്ക് ഒന്നെങ്കിൽ ഇക്വേഷൻ വെച്ച് എഴുതാം. ഇക്വേഷൻ വെച്ചാണെങ്കിൽ 30h മൈനസ് 11/2 m എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇവിടെ നമ്മൾ 30 ഇൻറ്റു 7 മൈനസ് 11/2 ഇൻറ്റു 13 വരും. 13 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 210 ആണ്. മൈനസ് ഇത് നമ്മൾ 15 വരും. 11 ഇൻറ്റു 15 165 ആണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ 45 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? 45 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിക്ചർ വരച്ചിട്ടും ചെയ്യാം. പിക്ചർ വരച്ചിട്ട് എങ്ങനെ ചെയ്യാം? അതും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ സമയം എന്ന് പറയുന്നത് 7:30 ആണ്. നമ്മുടെ സമയം എന്ന് പറയുന്നത് 7:30 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, മണിക്കൂർ സൂചി 7ൻ്റെ ആ ഒരു നേരെയും അതുപോലെ തന്നെ മിനിറ്റ് സൂചി 30ൻ്റെ നേരെയാണ് എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, 7:30 എന്ന് പറയുമ്പോൾ 30 എന്ന് പറയുമ്പോൾ ഏതാണ്? 6ൻ്റെ നേരെയാണ്.
അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. പക്ഷേ 7:30 എന്ന് പറയുന്ന സമയത്ത് ഈ മണിക്കൂർ സൂചി എന്ന് പറയുന്നത് ശരിക്കും 8-ൻ്റെയും 7-ൻ്റെയും ഇടയിലാണ് നിൽക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ ആംഗിളും കൂടെ ഈ 30-നോടൊപ്പം കൂട്ടണം. അത് വളരെ സിമ്പിളാണ്. ഇവിടെ എത്രയാണോ മിനിറ്റ് തന്നിരിക്കുന്നത് അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ നമുക്കവിടെ 15 കൂട്ടുക, അപ്പോൾ 45 എന്നാണ് കിട്ടുക. സാധാരണ നമുക്ക് ഈ പിക്ചർ വരച്ചിട്ട് അറിയാമെങ്കിൽ വളരെ വേഗത്തിൽ ആ ഇക്വേഷൻ ചെയ്തു പോകുന്ന ആ സമയം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കറക്റ്റായിട്ടുള്ള ഉത്തരം വളരെ വേഗത്തിൽ നമുക്ക് എത്താനായിട്ട് പറ്റും. കാരണം നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ പല രീതിയിൽ ഇക്വേഷൻ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇവിടെ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഏത് നമ്പറിൻ്റെ 35% 21? ഇപ്പോൾ ഏതോ ഒരു നമ്പറുണ്ട്, അതിൻ്റെ 35% എന്ന് പറയുമ്പോൾ x × 35/100 ആണ്. അത് 21 കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിനെ നേരിട്ട് വെട്ടാം. 7 വെച്ച് പോയി ഇവിടെ 5 വട്ടം, ഇവിടെ നമുക്ക് 3 വട്ടം എന്ന് കിട്ടും. ഇത് നേരെ ഇങ്ങനെ ചെയ്താൽ നമുക്കിവിടെ 20 എന്നാണ് വരിക. 5 വെച്ചിട്ട് പോയാൽ 20 എന്ന് വരുന്നു. ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് ചെയ്താൽ 60 എന്ന് വരുന്നു അല്ലേ? എക്സിൻ്റെ വാല്യൂ നമുക്ക് 60 കിട്ടി. അപ്പോൾ ഓരോരുത്തർക്കും കാൽക്കുലേഷൻസ് എന്താണ് അവരുടേതായിട്ട് രീതി ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരിക. അപ്പോൾ 10 ചോദ്യങ്ങൾ ചെയ്തു, അതിലൊരു ചോദ്യം ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ അടുത്ത നടന്ന പരീക്ഷയിലൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പരീക്ഷയിലെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ നമുക്ക് ഈ 2024-25 വർഷങ്ങളിലൊക്കെ നടന്ന വിവിധ പരീക്ഷയിലെ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടു പോകാം. അപ്പോൾ അടുത്ത ക്ലാസ് കാണാൻ വരേക്കും നന്ദി, നമസ്കാരം.